ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ കറുത്ത എള്ള് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടോ അല്ലാതെയോ ചേർക്കാം. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ബ്രെഡിന്റെ മേലെ ഇത് കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. ഒരുപാട് ലൂസായി പോകരുത്. പാനിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. ഓരോ സ്ലൈസും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നേരെ നമുക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് സ്ലൈസ് അതിലേക്ക് വെച്ചു കൊടുക്കുക. ഓരോ സൈഡ്സും 2 മിനിറ്റ് വീതം ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചൂടിൽ ഇത് നല്ല കുഴഞ്ഞാണ് ഇരിക്കുക. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് വന്നോളൂ. പതിയെ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി 2 സ്ലൈസും കൂടെ ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ബൈ.